പ്രമുഖന്മാരായ ജമീൽ പ്രസ്ഥാനത്തെയും അനിൽ കേരളത്തിനെയും കേരള മുസ്ലിം അസോസിയേഷന്റെ അഭിനന്ദനം അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി കേരള മുസ്ലിം അസോസിയേഷൻ ലോക കുട്ടികളോടനുബന്ധിച്ച് കിഡ്നി സെമിനാറും അതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും നടത്തുന്നു. ലോകത്ത് വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗികൾക്ക് ബോധവൽക്കരണം നൽകാനുള്ള ഉദ്ദേശത്തോടുകൂടി ഇന്റർനാഷണൽ കിഡ്നി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകത്താകമാനമായി 7 ദിവസം മാർച്ച് മാസത്തിൽ മിക്കവാറും 2ാം ആഴ്ചയിൽ എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരികയാണ്. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറവുമായി സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ 6 വർഷക്കാലം നടത്തിവരുന്ന പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് ഈ വർഷവും കിഡ്നി സെമിനാർ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പിറ്റേ ദിവസം ഒരു മെഡിക്കൽ സ്ക്രീനിംഗ് ക്യാമ്പ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ നടത്തും. കുവൈറ്റിലെ ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം ഈ ഒരു പ്രവർത്തനത്തിൽ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന് നൽകി വരുന്ന പിന്തുണ ഈ അവസരത്തിൽ അഭിനന്ദിക്കേണ്ടത്. അവരുടെ എല്ലാ എഫേർട്ടും പ്രൊഫഷണൽസിന് നൽകിക്കൊണ്ടും KKMA-യുടെ ക്യാമ്പ് അതുപോലെ തന്നെ കിഡ്നി സെമിനാർ വൻ വിജയമാക്കുന്നതിൽ അവർ നമുക്ക് നൽകി വരുന്ന സപ്പോർട്ടിനെയും KKMA അഭിനന്ദിക്കുന്നു. ഈ വർഷം ഏറെ സന്തോഷം നൽകുന്നത് ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്ന ഈ ഒരു പ്രവർത്തനം നമുക്ക് സാധ്യമാക്കി തന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോട് അതുകൊണ്ടാണ് KKMA മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലോക വേൾഡ് കിഡ്നി ഡേ എന്നാണ് നമ്മുടെ ഈ പരിപാടിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ മിഡിൽ ഈസ്റ്റിലെ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഷിഫാ ജസീലയും നമ്മോട് കൈകോർക്കും. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ നടത്തിവരുന്ന ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ KKMA-യുടെ അംഗങ്ങൾക്കിടയിലും അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന സമൂഹത്തിനിടയിലും നമുക്ക് സാധിച്ചു. മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകണം എന്നുള്ളത് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ അത് ഈ വർഷവും നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം മാർച്ച് 13, 14 2 ദിവസങ്ങളിലായി തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി നടത്തുന്നത്. ആ പരിപാടിയെക്കുറിച്ച് വിളംബരം ചെയ്യുവാനും കുവൈറ്റിലെ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും സപ്പോർട്ടും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പത്രസമ്മേളനമാണ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷക്കാലമായി കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അതിന്റെ നല്ല രീതിയിൽ മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ സമൂഹത്തിലെത്തിക്കുകയും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങളെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കുകയും ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ ഈ വേദിയിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെയർമാൻ സഗീർ സാഹിബിന്റെ അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ ഡോക്ടർ അമീർ അഹമ്മദിനെ കൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കണ്ടക്ടർ അഫ്സൽ ഖാനും ഈ വേദിയിലുണ്ട്. ഷിഫാ ജസീറയുടെ കുവൈറ്റ് കൺട്രി ഹെഡ് ഹംസ മുസ്തഫ ഈ വേദിയിലൊക്കെ നമ്മളോടൊപ്പം. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ചെയർമാനായ KKMA-യുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഇക്ബാൽ സാഹിബാണ്. അതോടൊപ്പം തന്നെ ജനറൽ കൺവീനറായ ഫിറോസും ഈ
എല്ലാവരെയും ഈ പരിപാടിയിൽ ഈ പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ചെയർമാൻ സംഗീതത്തിലൂടെ എല്ലാവർക്കും നമസ്കാരം. കല്യാണം മീഡിയ ഫോമിലെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബ്ലഡ് കിഡ്നിയുടെ ഓടനുബന്ധിച്ച് കഴിഞ്ഞ 6 വർഷക്കാലമായി KKMA സംഘടിപ്പിച്ചു വരുന്ന കിഡ്നി അവയർനെസ് സെമിനാറിന്റെ ഈ വർഷത്തെ സമ്മേളനമാണ് മാർച്ച് 11-ാം തീയതി വ്യാഴാഴ്ച ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്നത്. ലോകത്തെമ്പാടും ദുഃഖദിന ആചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ പരിപാടികളിൽ ഭാഗവാക്കാക്കുവാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് ഒരു മലയാളി സംഘടന എന്ന രീതിയിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥവുമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ വൃക്കരോഗം ചികിത്സയിലൂടെ മാറ്റുക എന്നതിലുപരി വൃക്കരോഗം വരാതിരിക്കുവാനുള്ള പ്രിവെൻഷൻ മെത്തേഡ്സാണ് ഈ അവയർനെസ് സെമിനാറിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും KKMA ഈ രംഗത്ത് കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി 13 ഡയാലിസിസ് സെന്ററുകൾ KKMA ഇപ്പോൾ നടത്തിവരികയാണ്. തികച്ചും ലാഭേച്ഛയില്ലാതെ സീറോ പ്രോഫിറ്റ് ബേസിൽ കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളുമായി സഹകരിച്ചുകൊണ്ട് കേവലം ഡയാലിസിന്റെ ആവശ്യമായി വരുന്ന കോസ്റ്റ് മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഡയാലിസിസ് സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. അതിന്റെ പ്രചരണാർത്ഥം കുവൈറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് വേൾഡ് കിഡ്നി ഡേയുടെ സെലിബ്രേഷൻ. ഈ സെമിനാറിൽ തുടർന്ന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിലും ഞങ്ങളെ എല്ലായ്പ്പോഴും സഹകരിച്ചു വരുന്നത് കുവൈറ്റിലെ ഡോക്ടർമാരുടെ സെക്രട്ടറിയായ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം ആണ്. കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ KDF-ന്റെ പ്രസിഡന്റ് അമീർ അഹമ്മദ് നിങ്ങളോട് പറയുന്നതായിരിക്കും. അതോടൊപ്പം മലയാളികളായ സാധാരണക്കാരായ ആളുകൾക്ക് വൃക്കരോഗത്തെക്കുറിച്ച് അറിയുവാനും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുമുള്ള സെമിനാർ ആണ് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ആണ്. ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കുവൈറ്റിലെ ദസ്മാൻ ഡയബറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജനറലായ ഡോക്ടർ പ്രൊഫസർ കാസിം ഗൽബഹാനിയാണ്. സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രമുഖ നെഫ്രോളജിസ്റ്റും IDF ചെയർമാനുമായ ഡോക്ടർ നാരായണൻ നമ്പൂരി, അതുപോലെ പ്രമുഖ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ റൂബിൻ ജോർജ് എന്നിവരാണ്. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി അവർ പ്രസന്റേഷനിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള പ്രസംഗങ്ങൾ നടത്തും. അതിനുശേഷം സാധാരണക്കാരായ ആളുകൾക്ക് ഡോക്ടർമാരുമായി സംവദിക്കുവാനുള്ള ഒരു ഇൻഫോർമാറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഉണ്ടാവും. ഇത്രയുമാണ് സെമിനാറിന്റെ മുഖ്യ അജണ്ട. പിറ്റേന്ന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ സാധാരണ KKMA സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നടത്തിയ ക്യാമ്പിൽ ഏതാണ്ട് 1200ഓളം ആളുകൾ സംബന്ധിക്കുകയുണ്ടായി. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടുകൂടി 40ഓളം ഡോക്ടർമാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം KKMAയുടെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ വർഷവും അത്രയും ആളുകൾ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളേവരുടെയും സഹകരണം കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ഉണ്ടാകണം. പ്രത്യേകിച്ചും ഇതുപോലുള്ള വിഷയങ്ങൾ സാധാരണക്കാർക്ക് എത്തിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് വലുതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തതുപോലുള്ള സത്യർഹമായ സേവനങ്ങൾ ഈ ഒരു വിഷയത്തിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രോഗത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനീയനായ ഡോക്ടർ അമീറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഭർത്താവ് സൂചിപ്പിച്ചതുപോലെ ഈ
ഇതുപോലുള്ള പൊതു പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സഹകരണങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് സഹകരണം ആവശ്യമുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് ഈ പ്രാവശ്യം ഈ സംരംഭത്തിന്റെ മുഖ്യ പ്രായോജകരായി ഞങ്ങളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ KKMA മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വേൾഡ് കിഡ്നി ഡേ സെലിബ്രേഷൻസ് എന്നാണ് ഈ ഇവന്റിന്റെ പേര്. അതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും പൂർണ്ണമായി സഹകരിക്കുന്ന ലിസ്റ്റിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരിൽ അറിയപ്പെടുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററാണ് ഇതിന്റെ മറ്റൊരു പ്രായോജകർ. അവർക്കും ഈ രണ്ട് കമ്പനികൾക്കും അതിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയ ഡോക്ടർ അഫ്സൽ ഖാൻ അതോടൊപ്പം തന്നെ ഹംസ ഫലീലിന്റെയും ഉള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഡോക്ടർ അമീർ കൊടുക്കും. Good evening, friends. At the outset, let me congratulate the new team of office bearers of the Malayali Media Forum. The Malayali Media Forum has created its name in a very short span of time. And it's a privilege today to be here with you. As far as the Indian Doctors Forum is concerned, one of our key objectives has been to spread knowledge in the field of health. We do this through the various seminars that are organized by the various associations which are registered with the Kuwait Kerala Muslim Association, which is the single largest association registered with the Indian Embassy. We have partnered with them in the past, and our association has been very fruitful, very successful. It's an honor, a privilege for the Indian Doctors Forum to be working closely with KKMA. KKMA's initiative in other fields, in other social fields, social and charitable fields, towards upliftment of the poor and downtrodden is highly commended by the Indian Doctors Forum. Their initiative in spreading health awareness and in even giving solace to people by organizing medical camps is also commended. As far as the Indian Doctors Forum is concerned, we do conduct medical camps with various associations practically every month. This is basically to reach out to a wide cross-section of the Indian community. We don't want to be limited to a particular region or a particular political group or a particular language class. So we partner with various associations and we conduct these medical camps. It has been our experience that during these medical camps, these are basically screening medical camps. Screening and consultation. Our past experience has shown that at least 10 to 15 new cases of diabetes, hypertension and other illnesses have been detected during these camps. What is most beneficial during these camps are people from our place, Indians from different communities, are able to speak to the doctor in the language which is easily understandable. The people who visit such camps, they feel more satisfied psychologically or having been able to make the doctor understand their problem and get a proper reply. In addition to this, there have been cases where surgeries were needed. There have been cases which needed urgent medical attention. Our doctors have been forthcoming and to help such cases, referring them to their hospital and getting the necessary required treatment done. Now, with regard to this World Kidney Day, 13th March, as all of you are aware, is celebrated worldwide as World Kidney Day. Why is there a particular day designated by WHO called World Kidney Day? This is simply because the problems that are associated with kidney is of that much significance. As my dear friend Mr. Sabir mentioned, prevention is better than cure. Most of the kidney-related disease, most of the cases of kidney failure, needing dialysis, needing transplantation, can be prevented if the necessary awareness is there.
necessary precautions are exercised early in life. One of the major reasons for kidney disease is diabetes. The other main reason being hypertension. Two very common chronic diseases which are closely associated with your lifestyle. So that's why we say lifestyle, which is very much in our control. The diet, the exercise, the no smoking, the sleep proper, stress-free. These things are something which to an extent is largely we can control and thereby either prevent or keep the chronic diseases like hypertension and diabetes under control with proper treatment and lifestyle modification. If this is not kept under control, what happens is over a period of time, probably 10 years, 15 years, it affects the kidney and finally the kidney fails to function, leading to chronic renal failure and then finally end-stage renal disease where you need the patient to be on dialysis and then finally it is kidney transplant. Now what is tragic about this kidney dialysis or a chronic renal patient or an end-stage renal disease patient is, unlike other disease where the patient is suffering, here actually the entire family is suffering. Dialysis is not once in a month or once in a year. A chronic renal patient has to undergo dialysis practically every other day, 3 dialysis a week, 4 dialysis a week. And the day when he or she takes the dialysis, they are very tired, they are not able to do anything. So practically such a person is, by money-wise, highly unproductive. The person has to be taken to the dialysis center, so the family has to be with him. So the burden is felt entirely on the family. So it's not only the psychological and other part, but the economic burden is huge. And that's where associations like KKMA, by donating and extending these free dialysis centers all over Kerala and in few of the districts in Karnataka, that is a great human effort that has been exerted by KKMA. So basically, in this seminar that has been planned on the World Kidney Day, our experts, as mentioned, Dr. Namburi, a well-known, renowned senior consultant nephrologist, and Dr. Ruben, they will be delivering lectures. The keynote speech will be delivered by Dr. Qasim Babani, and then there will be a 1-hour interactive question and answer session where all sorts of questions will be taken. The talks will be mixed in English and Malayalam, and definitely the questions, if it's in Malayalam, the speakers most of them are Malayalis, they will reply back in Malayalam. The panel will most likely, in addition to these 2 speakers, would be Dr. Prasad Nair, a consultant nephrologist, Dr. Gupta, consultant nephrologist, Dr. Arun Narayan Swami, urologist, consultant urologist. So people who are specialized in the field of kidney diseases, they will be there to receive and answer any questions. Hopefully, through this seminar, we will reach out to a large number of people. Hopefully, through this seminar, we will be able to create health awareness, educate the people. Most of the things are known to most of the people. But repeatedly reinforcing this idea only makes that commitment more. So hopefully the intention behind conducting this seminar, the intention behind doing the screening is to create an awareness and then prevent this disease. I hope that that objective will be achieved. Once again, I'm very thankful to KKMA. IDF is very happy to be associated with KKMA, and IDF is also willing to be associated with the various other organizations to conduct any such ventures in future. With these few words, thank you. Afzal Khan, country head, Malabar Board.